എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ കാർഡാണ് ഉണ്ടാക്കാൻ പോണേ. ഡ്രൈ ഫ്ലവേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കാർഡ്. ആദ്യം നമുക്ക് കാർഡ് ഡിസൈൻ ചെയ്യാം. ഞാൻ അനിയത്തിക്ക് കൊടുക്കാനാണ് ഈ കാർഡ് ഉണ്ടാക്കണേ. ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പൂക്കൾ റെഡിയാക്കാം. ഡ്രൈ ഫ്ലവേഴ്സ് ആണല്ലോ ഉപയോഗിക്കണേ. അപ്പോൾ ആദ്യം പൂക്കൾ പ്രസ് ചെയ്തെടുക്കണം. ആദ്യം ആമ്പൽപ്പൂ പ്രസ് ചെയ്യാം. ആമ്പൽപ്പൂവ് കുറച്ച് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് വേണം പ്രസ് ചെയ്യാൻ. എന്താ വെച്ചാൽ അല്ലാതെ പ്രസ് ചെയ്താൽ ഇങ്ങനെയായിരിക്കുക. അപ്പോൾ അത് ഭംഗിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ 2 ഇതളുകൾ പറിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഈ ഭാഗത്തായിട്ട് ചെറുതായിട്ട് മുറിക്കണം. പൂക്കളൊക്കെ മുറിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നും, പക്ഷെ അനിയത്തിക്ക് വേണ്ടിയല്ലേ. കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് പ്രസ് ചെയ്യണം. അതിന് നമുക്കൊരു ന്യൂസ് പേപ്പർ വേണം, പിന്നെ ടിഷ്യൂ പേപ്പറും. ടിഷ്യൂ പേപ്പർ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ഇതളുകളുള്ള പൂക്കൾ പ്രസ് ചെയ്യുമ്പോൾ ഇതളുകൾ ന്യൂസ് പേപ്പറിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൂ ഒരു ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുക. പൂ തുറന്ന് വയ്ക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ന്യൂസ് പേപ്പറിൽ വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്യണം. ഇനി നമുക്ക് ഹൈഡ്രാഞ്ചിയ പ്രസ് ചെയ്യാം. ഹൈഡ്രാഞ്ചിയയുടെ തണ്ട് മുറിച്ച് കളയുന്നുണ്ട് ഞാൻ. അത് പ്രസ് ചെയ്യാൻ എളുപ്പത്തിനായിട്ടാട്ടോ. ഇനി ടിഷ്യൂ പേപ്പറിൽ വയ്ക്കാം. വയ്ക്കുമ്പോൾ പൂക്കൾ ഓവർലാപ്പ് ചെയ്യാതെ നോക്കണം. എന്നാലേ പെർഫെക്റ്റായിട്ട് പ്രസ് ആവൂ. ഇനി കുറച്ച് ഇലകളും കൂടെ പ്രസ് ചെയ്യാം. കാർഡ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പുതിയ ഐഡിയാസ് അങ്ങനെ തോന്നിയാലോ. ഇനി ഈ ന്യൂസ് പേപ്പറിൻ്റെ മേലെ കുറച്ച് കനത്തിലുള്ള എന്തെങ്കിലും വെക്കണം. ബോട്ടണി അല്ലെങ്കിൽ സുവോളജി പോലെയുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ചവർ ഹെർബേറിയം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിങ്ങനെ ചെടികൾ പ്രസ് ചെയ്യുന്നതാണ്. അതിനായിട്ട് കോളേജിൽ ഹെർബേറിയം പ്രസ്സൊക്കെ ഉണ്ട്. വീട്ടിൽ നമുക്ക് ഹെർബേറിയം പ്രസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ കനമുള്ള എന്തെങ്കിലും ഇതിന് മേലെ വയ്ക്കാം. കിടക്കയുടെ താഴെയാണ് ഞാൻ വയ്ക്കണേ. പിറ്റേ ദിവസം എടുത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഈ ഒട്ടിപ്പിടിച്ച ടിഷ്യൂ പേപ്പറൊക്കെ പതുക്കെ അടർത്തി മാറ്റാം. എന്നിട്ട് ഏതെങ്കിലും ഇതളുകളൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാം. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ അറേഞ്ച് ചെയ്യണേക്കാൾ എളുപ്പമാണ് പിറ്റേ ദിവസം ചെയ്യണത്. പുതിയ ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലേക്ക് ഈ പൂ മാറ്റിയിട്ട് പുതിയ ന്യൂസ് പേപ്പറിൽ വെക്കണം. പൂവിലെ വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് പൂ ഉണങ്ങണ വരെ എല്ലാ ദിവസവും ഇതേപോലെ പേപ്പർ മാറ്റണം. പൂക്കളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് കാർഡ് ഉണ്ടാക്കാം. ആമ്പലിൻ്റെ കളർ സാധാരണ ഇതേപോലെ മങ്ങില്ല. പക്ഷേ ഇപ്പോൾ മഴക്കാലമല്ലേ, അതുകൊണ്ട് ആ കളർ കുറഞ്ഞ്. മഴക്കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ഹൈഡ്രാഞ്ചി എന്തായാലും കളർ മങ്ങും. പച്ച കളറായ ഹൈഡ്രാഞ്ചിയാണ് പ്രസ് ചെയ്യണമെങ്കിൽ പച്ച കളർ തന്നെ നിൽക്കും. പൂക്കളൊക്കെ നന്നായിട്ട് ഉണങ്ങണം കാർഡ് ഉണ്ടാക്കണേക്കാൾ മുൻപ്, അല്ലെങ്കിൽ പിന്നീട് ഫംഗസ് വരും. ചില പൂക്കളൊക്കെ ഏത് സീസണിൽ പ്രസ് ചെയ്താലും കളർ മങ്ങില്ല. അതായത് ഇപ്പോൾ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പമൊക്കെ ആ നീല കളറിൽ തന്നെ ഇരിക്കും. അതിൻ്റെ ഇലകളും നല്ല പച്ച കളറിലിരിക്കും. അതേപോലെ നക്ഷത്രമല്ലി, അങ്ങനെ കുറച്ച് ചെടികളുണ്ട്. ആ പൂക്കളൊക്കെയാണ് ചെയ്യണമെങ്കിൽ കളർ മങ്ങില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോ, അതേ കളറിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാർഡ് ഉണ്ടാക്കാം. കാർഡ് ഉണ്ടാക്കാൻ ഒരു ചാർട്ട് പേപ്പർ വേണം. എനിക്ക് വെള്ള ചാർട്ട് പേപ്പർ ആയിരുന്നു വേണ്ടത്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഈ പച്ച ചാർട്ട് പേപ്പർ വാങ്ങി. പിന്നെ കത്രിക വേണം, പശ വേണം, പിന്നെ നമ്മുടെ പൂക്കളും. ആദ്യം കാർഡിൻ്റെ സൈസിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്യാം. ഇനി പൂക്കൾ ഒട്ടിക്കാം. അതിനായിട്ട് സാധാരണ പശയാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള തണ്ടൊക്കെ ഒട്ടിക്കണമെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കാം. പൂക്കളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. പക്ഷേ കളറില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കളർ ചെയ്യാം. അതിന് സാധാരണ അക്രിലിക് പെയിൻറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കളർ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ടായിട്ട് കളർ അടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെയിൻറ്റ് ഭയങ്കര കട്ടിയായാലേ പൂ ചിലപ്പം നശിച്ചു പോകും. ഈ കളർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് ഉണങ്ങണമല്ലോ. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ കാർഡ് റെഡിയായി. ഇനി കവറിലിട്ട് അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ. ഈ കാണുന്ന കാർഡ് ഇതേപോലെ 4 വയസ്സുള്ളൊരു കുട്ടി ചെയ്തതാണ്. നല്ല രസമല്ലേ കാണാൻ? പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും അവർക്കതൊരു വളരെ ഇൻട്രസ്റ്റ്. അപ്പോൾ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യിക്കുക. അതേപോലെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കാർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും അതൊരു സന്തോഷമാണ്. അവർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു കാർഡ്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. എൻ്റെ അനിയത്തിയും വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.